ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവിനോട് കൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു ആബപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു ആബപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ, എന്നിൽ
വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ, എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ 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 ഹല 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 ശരി ഹല്ലേലൂയ ഹല്ലേലൂയ ശഹരി ഹല്ലേലൂയ 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 ശരി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ അഭിഷേകം അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ഞങ്ങളിൽ കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. വരദാനങ്ങളാൽ അഭിഷേകം ചെയ്യണം, വരദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതിയ ഭാഷകൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവചനവരം ഞങ്ങളിലേക്ക് അഭിഷേകമാണ്, പ്രവചനവരത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശരിയ ഹല 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 ശരിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളിൽ വസിക്കുന്ന ദൈവമേ, ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജകീയ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവാചക അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. പുരോഹിത അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. Yes. കുറച്ച് വെള്ളം. നമ്മൾ രാവിലെയും വാസ്തവത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ്, പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. പക്ഷേ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ച പോലെ അപ്പോൾ ഇപ്പോഴും വീണ്ടും പേഴ്സണൽ പേരിലേക്കല്ല പോണത്. ആത്മാവ് നയിക്കുക എന്ന വലിയ ഒരു സിദ്ധാന്തം വളരെ അനുഭവപരമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് നയിക്കുക എന്നത്. സോറി, ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്.
ഇവിടുത്തെ ഡാറ്റ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നോക്കണ്ടല്ലോ. ഓക്കെ, ഈ യൂട്യൂബിൽ നമ്മൾ രണ്ട് തരത്തിലൊന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ പിന്നീട് കാണാം. ഇപ്പം ലൈവായിട്ടുള്ളത് ചില സമയത്ത് നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ സ്റ്റോപ്പായി. രാവിലത്തേക്ക് ലൈവ് പോയായിരുന്നു. അതോടൊപ്പം എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, യൂട്യൂബിൻ്റെ നിയമങ്ങളെല്ലാം ഇപ്പോൾ ഒരുപാട് മാറ്റി. നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് ചാനലാണ് നമ്മളുടെ 4000-ഓളം വാട്സപ്പ് കോണ്ടാക്റ്റ് എനിക്കുണ്ട്. അതാണ്ട് 20-ഓളം 24-ഓളം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു മാസത്തിൽ 30 ലിങ്കേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഞാൻ ഓരോ ക്ലാസ്സിനെയും ലിങ്ക് അയച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തന്നെ 5-6 എണ്ണം. അങ്ങനെ വന്ന് അവരുടെ നോട്ട് വന്നു, ഇനി നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നാളായിട്ട് നമ്മുടെ ലിങ്കൊന്നും നിങ്ങൾക്ക് കിട്ടാത്തത്. മനസ്സിലായോ? പ്രത്യേകിച്ച് മലയാളത്തിൽ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഇവിടെ കൂടിയിരിക്കുന്നവരും യൂട്യൂബ് കാണുന്നവരും നിങ്ങൾ തന്നെ അല്പം പരിശ്രമിക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ചാനലിൽ പോയിട്ട് കാണണം. ഇനി എല്ലാ ദിവസവും ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ആണ് ഈ ലിങ്ക് അയക്കണമെന്ന് മനസ്സിലാക്കണം. ഞാൻ തന്നെ അത് ചെയ്യണത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇനി ലിങ്ക് കിട്ടില്ല. കാരണം യൂട്യൂബ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾക്ക് വേറെ ഒരു പൈസ ഒന്നും ഇല്ലാണ്ട് യൂട്യൂബിൽ ഇതൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും യൂട്യൂബിൽ സ്ട്രീം ചെയ്ത് യൂട്യൂബ് ഒരു ബൃഹത്തായ ഒരു പർവ്വതം പോലെ ആയിരിക്കുകയാണ്. എപ്പോഴാണ് അവർ നിർത്തുന്നത് നമുക്കറിയില്ല. അപ്പോൾ അവർ സാവധാനം, കാരണം ഇതിൻ്റെ ഈ സ്ട്രീമിംഗ് സെർവറിൽ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് പോയി എല്ലാവരും യൂട്യൂബിലിടാണേ. അപ്പോൾ അവരതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കൺട്രോൾ ചെയ്യാണത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകണം. മൈ ഹെൽപ്പർ ഹോളി സ്പിരിറ്റ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതല്ലെങ്കിൽ എൻ്റെ പേരടിച്ചാലും കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി മേലിൽ നമ്മളിങ്ങനെ ലിങ്ക് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യലുണ്ടാവില്ല. അത് ഞാൻ അറിയിക്കുകയാണ് എല്ലാവരെയും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ തന്നെ ഈ ക്യാമറയും ലൈറ്റും എല്ലാം പെട്ടിയിലാക്കി പോണോടത്തെല്ലാം കൊണ്ട് നടന്ന് ഓരോ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ ഇത് ചെയ്യണം. ഇതൊരു ശുശ്രൂഷയാണ് എൻ്റെ. നിങ്ങൾ ഏതെങ്കിലും വചന പ്രഘോഷകനെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ചുമന്നുകൊണ്ട് നടന്ന്, ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് വളരെ ഭാരത്തിലാണ്. പക്ഷെ ഞാൻ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പുതിയ വിശുദ്ധനെ നിങ്ങൾ കാണില്ല. ഏത് നമ്മൾ കാർലോ അക്വിറ്റസിനെ വെച്ചിട്ട് പറയാണ് പുതിയ വിശുദ്ധൻ, ഇന്റർനെറ്റ് വിശുദ്ധൻ. പക്ഷെ ഇങ്ങനെയും ഒരു ഇന്റർനെറ്റ് വിശുദ്ധൻ ഉണ്ടാകാൻ പോവുകയാണ് കേരളത്തിൽ നിന്ന്. എന്ത് ഈ ടെക്നിക്കുകളും ക്യാമറകളും ഏറ്റവും ലേറ്റസ്റ്റ് ഉപകരണങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന് എവിടെ ചെന്നാലും 15-20 മിനിറ്റിൻ്റെ അകത്ത് സെറ്റിംഗ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് രാത്രി തന്നെ ഇന്നലത്തെ എല്ലാം രാത്രി അപ്ലോഡ് ചെയ്തു ആൾ കാണാൻ. അപ്പോൾ ചിലർ പറയാണ്, ബ്രദറെ ഞാൻ 10 വർഷം മുമ്പുള്ള ബ്രദറിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കണ്ടിട്ട് എനിക്ക് അങ്ങ് അനുഭവമാണ്. 10 വർഷം മുമ്പത്തെ വീഡിയോ
ഇപ്പോഴുണ്ട് അതൊക്കെ യൂട്യൂബിൽ. 9 ദിവസത്തെ ധ്യാനം, 5 ദിവസത്തെ ധ്യാനം, 4 ദിവസത്തെ ധ്യാനം, 9 ദിവസത്തെ ധ്യാനം ഫുള്ളായിട്ട് യൂട്യൂബിലുണ്ട്. നിങ്ങളെ ഓക്കെ. അപ്പോൾ അതൊരു വലിയൊരു ശുശ്രൂഷയാണ്. അങ്ങനെ 25,000-ഓളം സബ്സ്ക്രൈബേഴ്സുള്ള 30,000 വീഡിയോസുള്ള യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഈ മിനിസ്ട്രി തുടങ്ങിയതാണ്. അതോടൊപ്പം മറ്റൊരു അത്ഭുതം ചാനലാണ് ജീസസ് വണ്ടർ. ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെ മനോഹരമായി അനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു 20 വർഷമായിട്ട് ഓളം നമ്മളത് ചെയ്യണതാണ്. ഇപ്പോഴും അതിൻ്റെ സ്റ്റാഫ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഈ അത്ഭുതങ്ങളെല്ലാം ഞാൻ ഈ വിവരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ അനിമേഷന് വേണ്ടി പഠിച്ച് അതിനെ അനിമേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുമാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ അഭിനയിച്ച് അതനുസരിച്ച് അവർ പടം വരച്ച് ഓരോ ഫ്രെയിമിലും എങ്ങനെ ആവണം എന്നൊക്കെ ഡയറക്ഷൻ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു 50ഓളം യൂട്യൂബ് അനിമേഷൻ ഫിലിംസ് ഉണ്ട്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ജർമ്മനിൽ, ഇറ്റാലിയനിൽ, ഹിന്ദിയിൽ, പാകിസ്ഥാനി ഭാഷയിൽ, ഇങ്ങനെ പല ഭാഷയിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് നല്ലതാണ്. ഇതിനു മുമ്പ് കണ്ടാലും ഒരിക്കൽ കൂടി അതൊന്ന് കാണുന്നത് നല്ലതാണ്. ഈ ശതാധിപനെല്ലാം കുതിരപ്പുറത്ത് പോണ നേരത്തുള്ള അവൻ്റെ അകത്തുള്ള വീര്യം അതിനകത്ത് വളരെ എക്സ്പ്ലസിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. യെസ് ഐ ബിലീവ്, ഐ ബിലീവ്, ഐ ബിലീവ് എന്നും പറഞ്ഞുകൊണ്ട് ഓടാണ്. ആ ഫീല് ഇതിൽ ആ ഫീല് കൊണ്ടുവരാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം. ഇതിങ്ങനെ പറയണമാതിരി ഒന്നും അനിമേഷനിൽ ഉണ്ടാക്കാനൊന്നും പറ്റുമെന്നല്ല എളുപ്പം. കമ്പ്യൂട്ടറിൽ വരച്ച് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ എന്തോരം പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നിട്ടാണെന്നറിയാമോ. അതിനകത്തൊരു സംഭവം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. ഒരു മരത്തിൻ്റെ പുറകുവശത്ത് ഒരു പെണ്ണിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നവരോട് സംസാരം കേട്ടിട്ട് ഈ പെണ്ണ് പുറത്ത് വന്നിട്ട് പറയാണ്, സത്യമായും അവൻ മിശിഹായാണ്, അവൻ എന്നോടിത് പറഞ്ഞു. അപ്പം അവിടെ ഫരിസേയരും അവരൊക്കെ, നീ ആരാണ്? നീ ആരാണ്? ഞാൻ സമരിയാക്കാരി, ഞാനാണ് ആ സമരിയാക്കാരി. ഇത് ശരിക്കും എനിക്കിങ്ങനെ ദർശനത്തിൽ കാണിച്ചു തരികയാണ്. മനസ്സിലായോ? അപ്പോൾ യേശു മിശിഹായാണെന്ന്, യേശുവിനെ അവർ കുരിശിൽ തറയ്ക്കുമെന്നും ആരും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 2-3 പേർക്ക് ഇത് മനസ്സിലായി. അവരവിടെ സ്വകാര്യത്തിൽ ചർച്ച ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് അവർ തർക്കിക്കുകയാണ്. അപ്പോൾ ഈ സമരിയാക്കാരി പെട്ടെന്ന് ഒളിഞ്ഞിരുന്ന സ്ഥലത്തു നിന്ന് വന്നിട്ട് പറയാണ്, അവൻ മിശിഹാ തന്നെയാണ്. അവര് അന്തം വിട്ടുപോയി. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാ? ഞാൻ സമരിയാക്കാരി സ്ത്രീയാണ്. കണ്ടോ? ഇപ്പം ഇതിന് വല്ല തർക്കമുണ്ടോ? ഇല്ലേ? ഇങ്ങനെ എത്ര മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് ഇതൊരു വരം തന്നതാണ്. നിങ്ങൾക്കറിയോ, ലോകത്തിൽ ഇന്നേ വരെ ആരും ഇത്രയും അനിമേഷൻ ഫിലിം ചെയ്തിട്ടില്ല. ഇത് കാണുന്നവർക്ക് അധികം പേർക്കും അറിയില്ല ഇത് ഈ പാവപ്പെട്ട ഈ ഗ്രാമത്തിലുള്ള തോമസ് പോൾ ചെയ്തതാണെന്ന് ആർക്കും അധികം അറിയില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് വാൾട്ട് ഡിസ്നിയോ വാർണർ ബ്രദേഴ്സോ അമേരിക്കയിലുള്ള എന്തോ വലിയ കമ്പനി ചെയ്തതാണ്. അവർക്ക് ധാരാളം കാശുണ്ട്, അതുകൊണ്ട് ഇതിനൊന്നും ആരും കാശും തരാറില്ല. പിന്നെ എങ്ങനെ നടക്കണം? ആത്മാവ് നയിക്കണം. ആത്മാവ് നയിക്കണം. ചിലവരിത് മനസ്സിലാക്കിയ ആൾക്കാർ പറയണം, എൻ്റെ ബ്രദറെ
എൻ്റെ 4 ആമക്കളെ എങ്ങനെ ബൈബിള് പഠിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇത് അവരെ ഓരോ എപ്പിസോഡുകളും കാണിച്ച് അങ്ങനെ അവർക്കിപ്പോൾ ഈ പുതിയ നിയമം മുഴുവനും അറിയാം. അതുകൊണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും ഞാൻ ഇതിനു വേണ്ടി ഡൊണേറ്റ് ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ആത്മാവ് നയിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പം ഇത് നിങ്ങൾ കണ്ടാൽ നന്നായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാ, ഇതെല്ലാം ഒരു വരമാണ്. ഞാൻ അനിമേഷൻ പഠിച്ചിട്ടില്ല, ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഇതെല്ലാം പഠിപ്പിക്കുകയാണ്. അതൊരു വരമാണ്. ഇത് സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പൗലോസിയുടെ ലേഖനത്തിലുണ്ടോ ഇങ്ങനൊരു വരം? അതാണ്, ഇതിനകത്തൊന്നും എഴുതാത്ത ഒരുപാട് വരങ്ങൾ ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആത്മാവിനാൽ നയിക്കുന്നതിൻ്റെ കാര്യം അല്പം കൂടി ഞാൻ വിശദീകരിക്കാം. എല്ലാ ദിവസവും നമ്മൾ ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ആ പ്രാർത്ഥനയിലുണ്ടാകേണ്ട വ്യത്യാസം, കുറെ പാട്ടുകൾ നമ്മൾ നിർത്തണം പാടില്ല. മോശയിൽ നിറഞ്ഞ പോലെ, ഡാനിയേലിൽ നിറഞ്ഞ പോലെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ഈ പാട്ടുകളൊക്കെ നിർത്തണം. കാരണം നമ്മളിൽ ആരാണുള്ളത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടികുത്തി നമ്മളിൽ വസിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും നമ്മൾ മോശയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരോ? മൂത്ത പുത്രന്റെ മാതിരിയായിരിക്കും. വീട്ടിൽ തന്നെയാണ്, പക്ഷേ കാണാത്ത നാണയം, നഷ്ടപ്പെട്ട അവസ്ഥ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ്, നിങ്ങൾക്ക് ആർക്കും ഇന്ന് പാസ് മാർക്ക് കിട്ടിയില്ല. ഒറ്റ വചനത്തെ പ്രതി യേശുക്രിസ്തുവിൻ്റെ നിയമം എന്ന് പൗലോസ്ലിയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ കേരളത്തിലെ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഹെഡ് മാഷാണേ, അതുകൊണ്ടാണ് ഈ പറയണത് പിള്ളേരോട്. എനിക്ക് ആശ്ചര്യം തോന്നുകയാണ്. കാര്യം 150 ധ്യാന കേന്ദ്രമുണ്ട്. എന്താ പഠിപ്പിക്കണേ? ഇപ്പോഴും ഈ മോശയുടെ നിയമമാണ് പഠിപ്പിക്കണേ. യേശുവിൻ്റെ നിയമത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണം. യേശുവിൻ്റെ നിയമം പഠിപ്പിക്കണ ഒരു ധ്യാന കേന്ദ്രം എന്ന് പറയാം. ഞാൻ ഡിവൈനിലെ കനികലച്ചൻ പ്രത്യേകിച്ച് കൃപ കൊണ്ട് എന്നെ ആ കാലഘട്ടത്തിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ധ്യാനിപ്പിക്കാൻ ബ്രദർ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അതൊന്നുമില്ല ബ്രദർ, ധ്യാനിപ്പിക്കണം. അങ്ങനെ ധ്യാനം ബുക്ക് ചെയ്തു. ഞാൻ ബോംബെയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ധ്യാനത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഡിവൈനിൽ വിളിച്ച് ചോദിച്ചു, വല്ലവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഈ ഒരു അൽമായൻ്റെ ധ്യാനം കൂടാൻ? അവിടെ നായിക്കാമ്പുരമ്പലച്ചൻ, പനക്കലച്ചൻ, വടൂരാനച്ചൻ. അപ്പം അവിടുന്ന് പറയാനേ 2000 സിസ്റ്റർമാരും 300 അച്ഛന്മാരും രജിസ്റ്റർ ചെയ്തേക്കണം. ഞാൻ മണി തോമസ് പോളിൻ്റെ ധ്യാനമാണ്, നായിക്കാമ്പുരമ്പലച്ചൻ്റെ ധ്യാനത്തിനല്ല. അതെന്നെ തോമസ് പോൾ ബ്രദറിന്റെ ധ്യാനത്തിന് 2000 സിസ്റ്റർമാർ. ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇന്നേ വരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ 2000 സിസ്റ്റർമാരെ ഒരുമിച്ച്? നിങ്ങൾ ആ പ്രദേശം ഒന്ന് കാണേണ്ടതായിരുന്നു. പെൻഗ്വിൻസിന്റെ മാതിരി ആ മനപ്പറമ്പ് മുഴുവനും നിറച്ച്, മനപ്പറമ്പ് ഡിവൈൻ സെന്റർ മുഴുവനും പെൻഗ്വിൻസിന്റെ മാതിരി ഇങ്ങനെ നടക്കണം. ആ കാലഘട്ടം ഓലഷെഡായിരുന്നു, അതുകൊണ്ടായിരുന്നു അഭിഷേകം. ഇപ്പൊ ഓലഷെഡൊക്കെ മാറി 5 സ്റ്റാർ ടൈപ്പിലുള്ള ബിൽഡിങ്ങുകളായതോടെ കുറച്ച് അഭിഷേകം അതനുസരിച്ച് വാങ്ങണമല്ലോ. കർത്താവ് കാലിത്തൊഴുത്തിൽ പിറന്ന ഒരു കാലഘട്ടം മാതിരിയായിരുന്നു. എനിവേ, ഞാൻ പറയാൻ വന്നത്, ആ ധ്യാനത്തിൽ 300 അച്ഛന്മാരുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഒരച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ബ്രദറെ, ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ ഇതുപോലെ എങ്ങനെ പഠിച്ചേ? ഇത് ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയണതല്ലോ. അച്ഛൻ പറയാണ്, അച്ഛൻ തലശ്ശേരി രൂപതയിലെ ഒരു പ്രധാനപ്പെട്ട വൈദികനായിരുന്നു, ടോമപ്പോളെ. ശരിക്ക് പൗലോസ്ലീഹ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. ഞാൻ പോയിട്ട് ഞങ്ങളുടെ ബിഷപ്പിനോട് പറയാൻ പോവുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പുതിയ ധ്യാനം കണ്ടു, പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പൗലോസ് നമ്മുടെ നാട്ടിൽ വന്നേക്കണം. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ അത്ര. അപ്പോ അച്ഛൻ അത് പറയാൻ കാരണം എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയിട്ട് പിതാവിനോട് പറയുമ്പോൾ പിതാവ് ക്ഷണിക്കുകയാണെങ്കിൽ ബ്രദർ വരുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും. അങ്ങനെ തലശ്ശേരി രൂപതയിൽ എന്നെ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. ഈ ഒറ്റ പോയിന്റിലാണ് കേട്ടോ. എന്താണ്? പൗലോസ്ലീഹയുടെ ലേഖനം. ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ പാമ്പ്ലാലി പിതാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ സെമിനാരിയിൽ വെച്ച് ബ്രദറിന്റെ ധ്യാനം കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തലശ്ശേരി രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചപ്പോഴും ബ്രദറിന്റെ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ധ്യാനം കൂട്ടിയ ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും ഞാൻ പറഞ്ഞു വന്നത്, പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നിങ്ങൾ പഠിക്കണം. ഈ രണ്ട് കാര്യം എന്നെ പല ആൾക്കാരും അഭിനന്ദിക്കാറുണ്ട്. ഞാനിത് പറയണത് നിങ്ങൾ എന്നെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഞാനൊരു തിയോളജി സ്കൂളിലും പഠിച്ചില്ല. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളും കാറ്റക്കിസവും മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളുമാണ്. രണ്ട് കാര്യം. ഇപ്പൊ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഹംഗറിയിൽ അവിടുത്തെ ക്ലോയിസ്റ്ററ്റ് കാർമലൈറ്റ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുകയായിരുന്നു. ക്ലോയിസ്റ്ററ്റ് മിണ്ടാമഠത്തിനെ ധ്യാനിപ്പിക്കാന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതും കർമ്മലീത്ത മിണ്ടാമഠം. ഈ ജോൺ ഓഫ് ദ ക്രോസും അമ്മ ത്രേസ്യയുടെയും എല്ലാം, കൊച്ചു ത്രേസ്യയുടെയും പ്രത്യേകിച്ച് ജോൺ ഓഫ് ദ ക്രോസിന്റെ കർമ്മല മലകയറ്റവും ഇരുണ്ട രാത്രിയും, അതുപോലെ അഭ്യന്തരകർമ്മ്യവും, അതുപോലെ സ്പിരിച്വൽ കാൻറ്റിക്കിളും ഇതൊക്കെ വായിച്ച് ഞാൻ പഠിച്ചത് കൊണ്ടല്ലേ അത് ധ്യാനിപ്പിച്ച പൗരൊക്കെ അങ്ങ് കോരി. ഇതെങ്ങനെ ഒരു അൽമായനായ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റി? ഞാൻ പറയാൻ വന്നതല്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് ഒരു ഹംഗറിക്കാരൻ, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ, അയാൾ ഒരു തിയോളജി പ്രൊഫസർ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അവസാനത്തെ ദിവസം നന്ദി പ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കണേടത്ത് അയാൾ ചോദിക്കുകയാണ്, സാറേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊരു തിയോളജി പ്രൊഫസറാണ്, ഞാനപ്പോൾ 4 വർഷം തിയോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്നേ വരെ ഇതുപോലെ കറതീർന്ന കാത്തലിക് ടീച്ചിങ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു തിയോളജി പ്രൊഫസറാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡാനിയൽ അച്ഛൻ ഈ അഭിഷേകം എല്ലാം കിട്ടുന്നതിന് മുമ്പ് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ബ്രദർ എങ്ങനെയാണ് ഇത്രയും പ്യൂർ കാത്തലിക് ടീച്ചിങ് പഠിച്ചത്? ഞാൻ പഠിപ്പിച്ചു തരാം, നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. 2-3 മണിക്കൂർ സംസാരിച്ചു. അച്ഛൻ വളരെ എളിമയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി, എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, പ്രവചിപ്പിച്ചു. ആ പ്രവചനം കഴിഞ്ഞ പിന്നെ അച്ഛൻ വേറൊരച്ഛനായി മാറി.
അതാണ് ഇന്ന് കാണുന്ന ഡാനിയൽ ഭുവനത്തിൽ. അപ്പൊ ഈ പ്രവചനപരവും അതുപോലെ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തോട് എളിമയോടും ആദരവോടും കൂടി നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം വേറൊന്നാണ്. നമുക്ക് അത്രയും വലിയ നിധിയാണ് ഈ കാറ്റഗിസം. ഇപ്പം ഇത് 30 വർഷമായിട്ട് ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതാണ്. 30 വർഷമായിട്ട്. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് ഒരു വശത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, മറുവശത്ത് ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എങ്ങനെ പഠിപ്പിക്കണേ? സഭയിലൂടെയും സഭയുടെ പിതാക്കന്മാരിലൂടെയും വിശുദ്ധന്മാരിലൂടെയും മാർപ്പാപ്പമാരിലൂടെയും. മാർപ്പാപ്പയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജീവിക്കുന്ന പഠിപ്പിക്കലുകാരൻ. മാർപ്പാപ്പ സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലുകാരനാണ്. പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ പഠിപ്പിക്കൽ. ഓക്കെ, അപ്പൊ ഈ ആത്മാവിനാൽ നയിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ന് യൂറോപ്പിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ജർമ്മൻകാരെ എല്ലാം പഠിപ്പിക്കുന്നത് എളുപ്പമൊന്നുമില്ല. അവര് ക്ലാസ് എടുക്കണതിൻ്റെ ഇടയിൽ അവര് എഴുന്നേറ്റ് ചോദിക്കും, എക്സ്ക്യൂസ് മീ, ഒരു ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ആത്മാവിന് മാത്രമേ ദൈവം നിത്യത നൽകിയിട്ടുള്ളൂ. കാറ്റഗിസം 1703 പറയാണ്. 1703 ആത്മീയവും 1703 ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യവ്യക്തി ആണ് ഭൂമിയിൽ അതിനു വേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. അവൻ തൻ്റെ ഉത്ഭവം മുതൽ നിത്യ സൗഭാഗ്യത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവനാണ്. അതാണ് ഞാൻ ഇന്നലെ പ്രത്യേകം ഈ ഉണ്ണീശ്വരനെടുത്തവനെ അവൻ്റെ ഉത്ഭവം മുതൽ, മനുഷ്യന്റെ ഉത്ഭവം മുതൽ നിത്യ സൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടവനും അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനും മനുഷ്യാവതാരം മുതൽ സകല മനുഷ്യരും ഈശോയുടെ ശരീരത്തിൽ ഈശോ ഏറ്റെടുത്തിരിക്കുന്നതുമാണ്. നമ്മളാരാ ഒരാളെ കുറ്റപ്പെടുത്താൻ? പറയും. നമുക്ക് ഈ കുറ്റപ്പെടുത്താൻ ആരെങ്കിലും വകുപ്പ് തന്നിട്ടുണ്ടോ? ആരെങ്കിലും വിധിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളിലുള്ള വലിയ തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളാരും നരകത്തിലൊന്നും വിടാൻ പോലില്ല. നമ്മിലുള്ള അഭിഷേകം മന്ദീഭവിക്കുന്ന ചില കാര്യമാണ്. ഈ രഹസ്യം മനസ്സിലായില്ലെങ്കിൽ എല്ലാ ജാതി മതസ്ഥരും യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. നമ്മൾ പറയും, ആ കഴുതേ, നിന്നോട് എത്ര ആഴ്ച പറഞ്ഞാ എന്നൊക്കെ പറയും. സോറി, നമ്മുടെ ചില ലാംഗ്വേജാണ്. പക്ഷേ അവനും യേശുവിൻ്റെ ശരീരത്തിൽ നമ്മളെപ്പോലെയും മാർപ്പാപ്പയെ പോലെയും, മാർപ്പാപ്പയും ഈ ശരീരത്തിലുണ്ട്, അപ്പസ്തോലന്മാരും ഈ ശരീരത്തിലുണ്ട്, കൊത്രേസ്യവും അമദ്രേസ്യയും വിശുദ്ധരൊക്കെ ഈ ശരീരത്തിലുണ്ട്, പരിശുദ്ധ മാതാവും ഈ ശരീരത്തിലുണ്ട്. അവരോടൊപ്പം നമ്മൾ ഈ കുറ്റം വിധിക്കുന്ന അവരൊക്കെ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? 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 അപ്പൊ അവരോട് സുവിശേഷം അറിയിക്കാനാ പറഞ്ഞേക്കണം. അവരുടെ പാപം കാണിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പറഞ്ഞേക്കണത്. എന്താ സുവിശേഷം? എന്താ സുവിശേഷം?
ഈ യേശയ്യായുടെ പ്രവചനത്തിന് 5-ാം സുവിശേഷം എന്നാ പറയാറ്. 4 സുവിശേഷങ്ങളുണ്ടെന്നല്ലേ നമ്മള്? അല്ല, 5-ാമത്തെ ഒരു സുവിശേഷം ആണ് യേശയ്യായുടെ പ്രവചനം മുഴുവനും. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്ന ഇതാണ് കാര്യം. ആദ്യം കുറെ വിലാപങ്ങളും കുറ്റം പറച്ചിലും പരപരിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പറയാണ്, വരുവിൻ നമുക്ക് രമ്യപ്പെടാം, നിന്റെ പാപം രക്താംബരം പോലെ ചുമപ്പാണെങ്കിലും ഞാൻ 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 അവയെല്ലാം തൂവെള്ള പോലെ മഞ്ഞ് പോലെ വെണ്മയുള്ളതാണ്. ഇതാണ് സുവിശേഷം. ഓക്കെ, അപ്പം ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം. ഞാൻ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാനത് ഏറ്റെടുത്തു. കാര്യം കഴിഞ്ഞു. നമ്മൾ തല പുകഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പരിഹാരം എന്ന് വിചാരിച്ചിരിക്കണ ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയാണ്, ഞാൻ ഏറ്റെടുത്തിരിക്കണം. നമുക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. നടക്കുമോ എനിക്കറിയില്ല കർത്താവ്, എന്നാലും എൻ്റെ അവിശ്വാസം പരിഹരിക്കണേ. നടന്നു, കൃത്യമായിട്ട് നടന്നു. എന്തുകൊണ്ട് നടന്നു? ആത്മാവ് നയിക്കുന്നു. ഇപ്പൊ ഇത് ഈശോയുടെ പ്രബോധനങ്ങളെല്ലാം ഈ കാഴ്ചപ്പാടിലൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആത്മാവ് ഈശോയെ നയിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻ ജീവിതം വരുന്നു. റോമർ 8:5, റോമർ 8:14-15. ഞാൻ 14 പറയാൻ പോയപ്പോ 15 തോന്നു എന്ന് പറഞ്ഞു. 5 14-15 വേണത്. റോമർ 8:5 എന്താ പറയണേ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. കേട്ടോ, ഇതാണ് ഈ പൗലോസ് ശ്ലീഹയുടെ ലേഖനം. പഠിക്കണം. അത് എളുപ്പമൊന്നുമല്ല. അത് പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവെ ജ്ഞാനം നൽകുമെന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് റോമാക്കാരുടെ ലേഖനത്തിൽ ദൈവനീതിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ. എന്താ ദൈവനീതി? കരുണയുടെ കാലം കഴിഞ്ഞു, നീതിയുടെ കാലമുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഫസ്റ്റീനയുടെ ഡയറി വായിച്ചിട്ട് എന്താ കാര്യം? അതിനകത്ത് എഴുതിയേക്കുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവണ്ടേ? ഫസ്റ്റീനയുടെ ഡയറിയിൽ പറയണു ഇതിന് ഈ ട്യൂണാണ് അവിടെ എഴുതിയേക്കണത്. നമ്മൾ ട്യൂൺ കൊടുക്കുകയാണ്. കരുണയുടെ കാലം കഴിഞ്ഞു, ഇനി നീതിയുടെ കാലമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പൊരിക്കാൻ പോകാണെന്ന്. എന്താ ദൈവനീതി എന്ന് പറഞ്ഞാൽ? എന്താ കരുണയെന്ന് പറഞ്ഞാൽ? കരുണയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറഞ്ഞേ? കരുണയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താണ്? ദൈവത്തിന് പാപികളോടുള്ള വാത്സല്യത്തിനാണ് കരുണ. ദൈവത്തിന് പാപികളോടൊരു പ്രത്യേക വാത്സല്യമാണ്. നമുക്കിത് ഉണ്ടാവുമോ? എനിക്കോ നല്ല ഉണ്ടാവുന്നു അടുത്ത കാലം. അപ്പം ഇവിടെ കാറ്റഗിസത്തിൽ 1846 പറയുന്നുണ്ട്, പാപത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്. തുറന്നപ്പോൾ തന്നെ അത് കിട്ടി. കണ്ടോ, ഇത് വേറൊരു കൃപയാണ്. ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. പാപത്തെക്കുറിച്ചുള്ള അധ്യായമാണ്. ഇനി നീതിയെക്കുറിച്ച്. എന്താ നീതി? നമ്മൾ വിചാരിക്കുന്നത് നീതി എന്ന് പറയണത് ഈ നീതിന്യായ കോടതിയിലെ നീതിയാണെന്നാണ്. നീതിന്യായ കോടതിയിലെ നീതി എന്താ? കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. ആ നീതി അല്ല ദൈവത്തിൻ്റെ നീതി.
ദൈവത്തിൻ്റെ നീതി കുറ്റം ചെയ്തവൻ്റെ കുറ്റവും ശിക്ഷയും ദൈവം ഏറ്റെടുത്ത് അവനെ ജസ്റ്റിഫൈ ചെയ്യണം, അവനെ നീതീകരിക്കണം. ഇത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ കുറെ പെട്ടെന്ന് ഒരു കാര്യം ഓർക്കുവാണ്. ഒരു ധ്യാനത്തിൽ 5-ാം ദിവസം എല്ലാവരും ഭയങ്കര അനുഭവം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ബ്രദറെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായില്ല. 5 ദിവസം ഞാൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഇവരെല്ലാവർക്കും ഭയങ്കര അനുഭവം ഉണ്ടായി, എനിക്കൊരു അനുഭവം ഉണ്ടായില്ല. അതെന്താ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ അഡ്വക്കേറ്റ് ആണോ? ആ, ഞാൻ റിട്ടയർ അഡ്വക്കേറ്റാണ്. അതാണ് അനുഭവം ഇല്ലാത്തത്. എന്താ അഡ്വക്കേറ്റിൻ്റെ പണി? ഈ നിയമവും ശിക്ഷയും വെച്ച് അവൻ ജീവിതകാലം മുഴുവനും ആ അഡ്വക്കേറ്റ് ഇരിക്കുന്ന മുറി കാണണം. എന്തോ ഒരു നിയമഗ്രന്ഥങ്ങളാണ്. നിയമഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഇന്ന നിയമം പാലിച്ചില്ലെങ്കിൽ ഇന്ന ശിക്ഷ, ഇത് മുഴുവനുമാണ് അവന്റെ തലയിൽ ഇരിക്കണേ. ക്ഷമിക്കണേ, ഏതെങ്കിലും അഡ്വക്കേറ്റുമാരുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണം. അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതൊരു അനുഭവം. അതെങ്ങനെ സാറിന് മനസ്സിലായി? ഞാൻ പറഞ്ഞു, ഇതാണ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. ആ 23-ാം അധ്യായം മത്തായിയുടെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഒരാളാണെന്ന് അങ്ങ് വിചാരിച്ച് കർത്താവ് പറയണത് ദേഷ്യം കൂടാതെ ഒന്ന് സ്വീകരിക്കുക. അപ്പൊ ഈ ഫരിസേയ സ്വഭാവം എന്ന് പറയുന്നത് നിയമമാണ് അവർ നോക്കണത്. ദൈവത്തെയോ ദൈവത്തിൻ്റെ കരുണയോ ഈ പാപിയെ അവരെ എങ്ങനെയും രക്ഷിക്കണതിനെ കുറിച്ചും അല്ല. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഒരാളെ ചേർക്കാൻ കടലും എന്താണ് കഴിയും കടന്ന് ബുദ്ധിമുട്ടി ചേർക്കുന്നു. ചേർത്ത് കഴിഞ്ഞിട്ട് എവിടെയാണത്? ആ വചനമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തിനാ അതൊക്കെ ഓർത്തിരിക്കണേ അല്ലേ? 23-ാം അധ്യായത്തിലാണ്, മത്തായി 23. ചേർത്ത് കഴിഞ്ഞിട്ട് അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരക ശിക്ഷയ്ക്ക് കാരണമാക്കും. കർത്താവ് പറയണത് കൊണ്ട് നമ്മൾക്കിത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. ചേർക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. ചേർത്ത് കഴിഞ്ഞിട്ട് അവൻ എങ്ങനെയാണ് നരകത്തിലാക്കേണ്ടതെന്നുള്ളത് അന്വേഷിച്ച് നടക്കണം. എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, ബ്രദർ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കർത്താവിൻ്റെ കരുണയും, അപ്പം ആരും നരകത്തിൽ പോയില്ലേ? ഇതാണ് നമ്മളെക്കുറിച്ചുള്ളൊരു കംപ്ലൈൻറ്റ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ആരെങ്കിലും നരകത്തിൽ പോവില്ല എന്ന്? നരകമില്ല എന്ന് പറഞ്ഞോ? നരകമുണ്ട്. ഇനി ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുദ്ദേശത്തിലാണ് പ്രാർത്ഥിക്കണേ? ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ആരെ രക്ഷിക്കണം? കുറച്ച് പേര് പോട്ടെ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. എന്താ പ്രാർത്ഥിക്കണേ? എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക്. നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഇത് പ്രാർത്ഥിക്കണേ? പറയും. കുറച്ചു പേരെങ്കിലും നരകത്തിൽ പോണം എന്ന് വിചാരിച്ചിട്ടാണോ ഈ പ്രാർത്ഥിക്കണേ? പറയും. പിന്നെ എന്ത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് പ്രാർത്ഥിക്കണേ? ഇതിനകത്ത് പറഞ്ഞേക്കണത്, മാതാവ് പറഞ്ഞു തന്നതാണ്, എല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നരകമുണ്ട്. നരകത്തിൽ ആര് പോകും? ആര് പോണം? അപ്പൊ അതിനെക്കുറിച്ച് കാറ്റഗിസത്തിൽ പറയുന്നുണ്ട്. നരകത്തിൽ ഒരാൾ പോകണമെങ്കിൽ അതിന് 3 വ്യവസ്ഥ വേണം. 3 വ്യവസ്ഥയുണ്ട്. ഒന്ന്, അയാൾ യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട ഈ സൗജന്യ രക്ഷയെ അയാൾ ബുദ്ധിയും ബോധ്യത്തിലൂടെ തിരസ്കരിക്കണം.
എനിക്ക് ഈ രക്ഷ വേണ്ട, എനിക്ക് രക്ഷ വേണ്ട. 1033 നരകത്തെക്കുറിച്ചുള്ള പ്രബോധനം. മനസ്തപിച്ച് ആ 1033 പാരഗ്രാഫിന്റെ അവസാന ഭാഗം മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ആ വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം, അതാണ് നമ്പർ 1, എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് ഇരിക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിന് ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റ് ക്യാമറ ഇല്ല, 2, 3, 4 മാത്രമുള്ളേ. സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. ഇത് ഒരു സ്ഥലമല്ല, നമ്മൾ അവിടെ കിടക്കണതേ പൊരിക്കണോ തീ കത്തണോ, ഇതെല്ലാം സിംബോളിക്കാണ്. ഇതാണ് ദർശനപരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തീ കാണുന്ന ആഴ്ച അവിടെ തീയിലിട്ട് പൊരിക്കുന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇത് ഒരവസ്ഥയാണ്. കാറ്റഗിസം 1033 ഈശോ തന്നെ പറയുന്നുണ്ട്, അവരെ നരകത്തിലിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ആ നരകം? അതായത് ദൈവത്തെ അവർ തന്നെ തിരസ്കരിക്കുന്നു. അപ്പൊ തന്നെ അവൻ്റെ അവസ്ഥ ഒരു നരകീയ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ സ്നേഹമില്ലാതെ നമ്മളൊന്ന് ഒരു വലിയ പാപം ചെയ്തിട്ട് കുമ്പസാരിക്കാൻ ഇത്തിരി വൈകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന മനപ്രയാസം ഒന്ന് ഓർത്ത് നോക്കിയേ ഇല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുന്നത്. അതും ഒരവസ്ഥയാണ്. ഈ 3 കാര്യം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, ഇതൊന്നും ഒരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. എന്ത് കേൾക്കണേ? അയ്യോ, നമ്മൾ ഇത്രയും നാളും പഠിച്ചേക്കുന്നത് സ്വർഗം ആകാശത്തിന്റെ മുകളിലുള്ളൊരു സ്ഥലമാണെന്നല്ലേ? അങ്ങനെ പറഞ്ഞ് ധ്യാനിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ തൊട്ടടുത്ത് ഒരു അച്ഛൻ എന്നെ വിളിച്ച് പറയാണ്, ബ്രദറെ, ഞങ്ങൾ 19 അച്ഛന്മാരും 19 സിസ്റ്റർമാരും ഒരു ധ്യാനത്തിന് പോയേക്കായിരുന്നു. അവിടുത്തെ പ്രധാന വിഷയം സ്വർഗം ആകാശത്തിന് മുകളിലുള്ള ഒരു സ്ഥലമാണെന്ന് സങ്കീർത്തനങ്ങളിലെ കുറെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ സ്ഥാപിച്ചു. അപ്പോൾ ഈ അച്ഛൻ എൻ്റെ ക്ലാസ്സുകൾ കുറെ കേട്ടിട്ടുണ്ട്, കാറ്റഗിസം എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛൻ അത് കഴിഞ്ഞിട്ട് ഈ ധ്യാനഗുരു അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതെന്ത് അച്ഛൻ ഈ പറയണേ? കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, ബ്രദറെ ആ നമ്പർ ഒന്ന് കൂട്ടിക്കാൻ പറ്റും. എപ്പോഴും എല്ലാവർക്കും നമ്പർ പറഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 1024. അച്ഛൻ ഉടനെ എടുത്തുകൊണ്ട് ആ വൈദികൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കണ്ടോ 1024 കാറ്റഗിസത്തിൽ പറയുന്നത്, പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നു. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്ത്യവും നിറവേറലുമാണ് സ്വർഗം. കേട്ടോ, പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണത്. എന്താണത്? ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ. ഇപ്പൊ ഉറങ്ങുന്നവരൊന്ന് കൈവക്കിയേ. എല്ലാവരും ഏറ്റു പറഞ്ഞേ. എന്താണത്? അവസ്ഥയാണ്. ഒന്നുകൂടി 1024 വരച്ചു വെച്ചോ. സ്വർഗത്തിൽ പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗത്തെ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. ഞാൻ ഇതൊക്കെ പറയണത് കുറ്റപ്പെടുത്താനല്ല. നമ്മുടെ ചുറ്റും ഒരു വശത്ത് 150 ധ്യാന കേന്ദ്രമുണ്ട്.
ഈ കരിസ്മാറ്റിക്കിൽ ഇത്രയും ആളുകളുണ്ട്, ഇത്രയും വലിയ സുവിശേഷ വേല നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരാളിത് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ അച്ഛൻ ഈ ധ്യാനഗുരുവിനെ ഇത് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറയണം, വലുത് വചനമല്ലേ, കാറ്റഗിസമാണോ ബൈബിളാണോ വലുത് പറയും. കാറ്റഗിസം അല്ല, ഇപ്പം ഉണ്ടായതല്ലേ, സങ്കീർത്തനത്തിൽ അന്നുണ്ടായത്. ഇതിനെയാണോ പഠിപ്പിക്കണത്? കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണിത്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം ആ സൂനകദോസിലുണ്ടായ പ്രബോധനങ്ങളെ വിശ്വാസികളിലേക്ക് എത്തിക്കാൻ വളരെയധികം വിലപിടിപ്പുണ്ടായ പ്രബോധനമായിട്ട് ഇറക്കിയിരിക്കുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അതിലൂടെ ഈ പാഷാണ്ഡതയല്ലേ നമ്മൾ പഠിപ്പിക്കണേ. സ്വർഗം ഒരു സ്ഥലമാണെങ്കിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ച ആ ദൈവം എവിടെ ഇരിക്കണേ പറയും, എവിടെ ഇരിക്കണേ? സങ്കീർത്തനത്തിലെ മറ്റൊരു വചനം, അപ്പൊ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കണ വചനങ്ങളുടെ ആന്തരിക അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ, സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകാത്മകത മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനെല്ലാം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനല്ല. അതാണ് സങ്കീർത്തനം തന്നെ. സങ്കീർത്തനത്തിന്റെ ഏറ്റവും വിശദമായ വ്യാഖ്യാനം അഗസ്തീനോസ് പിതാവിൻ്റെതാണ്. അതൊക്കെ ഒന്ന് കാണണം, കേൾക്കണം. സങ്കീർത്തനത്തിലെ ഒരു സങ്കീർത്തനം ഇങ്ങനെയാണ്, 90-ാം സങ്കീർത്തനം, അനാദി മുതൽ അനന്തത വരെ. ഒന്ന് പറയും. എനിക്ക് ഇത്തിരി സൗണ്ട് റെസ്റ്റും കിട്ടുമല്ലോ. പാടും. അനാദി മുതൽ അത്രയും മതി, അല്ലെങ്കിൽ ഇത് കൂടി പാട്. പർവ്വതങ്ങൾക്ക് രൂപം, 90-ാം സങ്കീർത്തനം. ഭൂമിയും ലോകവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് അനാദി മുതലേ അനന്തത വരെ ദൈവമാണ്. അതായത് ദൈവം സ്ഥലകാല സീമയില്ല ദൈവത്തിന്. അനാദി മുതൽ, ആൽഫ മുതൽ ഒമേഗ വരെ ഒറ്റ നിമിഷത്തിൽ ദൈവത്തിന് വ്യാപരിക്കാം. ഒരു സ്ഥലത്തിൽ ദൈവത്തിന് കെട്ടിയിടാൻ പറ്റുമോ? ദൈവത്തെ ഒരു സ്ഥലത്തും, അതാണ് ഈശോ പറഞ്ഞത്, പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക്. സിനിമ പാട്ടാണ്, എന്നാലും പാടിക്കോ, പാടാം. ഇതൊക്കെ ഭയങ്കര വലിയ രഹസ്യമാണ്. അതിൻ്റെ ഇന്റർപ്രിറ്റേഷൻ വായിക്കണം. മാളം ഭൂമിയുടെ ഏറ്റവും അകത്ത അവസ്ഥ, പറവ ഏറ്റവും ഉയർന്ന അവസ്ഥ. എന്നാൽ ഇതെല്ലാം ഒരു മെറ്റീരിയൽ അവസ്ഥയാണ്, ഒരു മെറ്റീരിയൽ ഇല്ലേ, ദൈവം സൃഷ്ടിച്ച വസ്തു. അവിടെയാണോ ദൈവം വഹിക്കാൻ, ദൈവത്തിന് താമസിക്കാൻ സ്ഥലം? ദൈവം എവിടെ താമസിക്കും? ദൈവം ഒരു മെറ്റീരിയൽ അല്ല. ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. അപ്പൊ ഈ ആത്മാവ് എവിടെ വസിക്കും? ഈ ആകാശം പോലെയുള്ള ഒരു സ്ഥലത്ത് ആത്മാവിന് വസിക്കാൻ പറ്റുമോ? പറവകൾ വസിക്കും. മാളത്തിൽ വസിക്കാൻ പറ്റുമോ? ദൈവം എവിടെ വസിക്കും? അപ്പൊ ഇതെല്ലാം അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. മനുഷ്യപുത്രന് വസിക്കാൻ സ്ഥലമില്ല. അവിടെ പറയണം, സ്ഥലമുണ്ട് കർത്താവേ, ഇതാ എന്റെ ഹൃദയം എന്ന് നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് ദൈവം വസിക്കേണ്ടത്? ദൈവം വസിക്കാൻ വേണ്ടി
ദൈവം തന്നെ സൃഷ്ടിച്ചവരാണ് ദൈവമക്കൾ, മനുഷ്യൻ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കഥ അവസാനിപ്പിച്ചില്ലല്ലോ. ആ ജർമ്മൻകാരി ചോദിച്ചേ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ മാത്രമാണ് ആത്മാവുള്ള, അമർത്യമായ ആത്മാവും നിത്യതാ ജീവനുമുള്ള ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണെഴുന്നേറ്റ് ചോദിക്കാൻ, അങ്ങനെ പറയരുത്, എൻ്റെ പട്ടിക്കും ആത്മാവുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്, പട്ടിക്ക് ആത്മാവുണ്ട്. അത് ഒരു വിധത്തിൽ അവര് ആത്മാവെന്ന് പറയണതിൻ്റെ അർത്ഥം പട്ടിയിൽ ദൈവിക ജീവനുണ്ട്, പക്ഷേ അതിന് നിത്യതയില്ല. എന്തിനു പറയണു? അവര് നിത്യതയുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ മനുഷ്യനല്ലേ നിത്യജീവൻ, പട്ടിക്കുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ പട്ടി 13 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ കിടക്കാണ്. ഈ പട്ടിനെ വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ പട്ടി മരിച്ചാലേ എൻ്റെ ചങ്ക് തകരും. ഈ പട്ടി മരിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മ പോകുമോ? അതാണ് പട്ടിയുടെ നിത്യജീവൻ. എന്നാൽ ഈ അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ വരും, കൊന്തയും ചെല്ലും, കുർബാനയൊക്കെ വരും. പക്ഷേ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് പട്ടിക്കുള്ള മാറ്റത്തെയാണ് നമ്മുടെ നിത്യജീവനെങ്കിൽ പിന്നെ എന്താ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ? മനസ്സിലാവുണ്ടോ? അതാലോചിച്ച് നോക്കിയേ. എന്നാൽ ഈ ഇങ്ങനെയുള്ള സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും പട്ടിക്ക് ഡോഗ് സിമിട്രി വരെ അതിന് ഈ അച്ഛന്മാരെ വിളിച്ച് സെമിത്തേരിയിൽ കുഴിച്ചിട്ട് എല്ലാം ചെയ്യിക്കുമോ? പക്ഷെ അപ്പം അതിൻ്റെ പ്രശ്നം ഇതാണ്, നമ്മൾ പട്ടീനെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിച്ചോ, പക്ഷേ നിത്യജീവൻ എന്ന് പറയണത് ഈ മൃഗത്തിന് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം? കണ്ടോ? ഇതുപോലെയാണ് നമ്മള് മോശയുടെ കാലത്തെ നിയമവും യേശുവിൻ്റെ നിയമത്തിൽ വ്യത്യാസം. മോശയുടെ നിയമം മരണത്തിന്റെയും ശിക്ഷയുടെയും നിയമമാണ്. യേശുവിൻ്റെ നിയമമോ നിത്യജീവൻ നൽകുന്ന നിയമമാണ്. റോമറെട്ട് കണ്ടോ? നമ്മൾ റോമറെട്ടിലാണ് ആത്മാവ് നയിക്കുന്നവർ. എന്താ 8-ാം അധ്യായത്തിന്റെ 1 പറഞ്ഞാണ്, ആകയാൽ. ഇപ്പൊ ഈ 1, 2, 3, 4, 5, 6, 7 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പൗലോസ് പറയണത്, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്. ഉടനെ ആരോ പറയണം, അപ്പോ എല്ലാവരും ചെറുതി പോവും, നരകത്തിലാരും പോവില്ലേ? ഞാൻ പറഞ്ഞില്ല. ഇവിടെ പറയണെന്താ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള, കണ്ടോ ഇവിടെ 2 നിയമത്തിന്റെ വ്യത്യാസം ഇവിടെ മനസ്സിലാവും. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇത് അത്ര എളുപ്പം വിശ്വസിക്കാനും പറ്റൊന്നുമില്ല. കാരണം നമ്മളുടെ അകത്ത് കുറേ ഇങ്ങനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. ഈ 10 പ്രമാണം നിങ്ങൾ അനുസരിക്കുകയാണെങ്കിലേ നിങ്ങൾ സ്വർഗത്തിൽ പോകുള്ളൂ. ഈ 10 പ്രമാണത്തിൽ എന്താ ഉള്ളത്? അത് പാപത്തെക്കുറിച്ചാണ് പ്രമാണം. ഇന്നത് ചെയ്യുകയാണെങ്കിൽ നീ പാപിയാണ്, ഇന്നത് ചെയ്താൽ നീ പാപിയാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കണ മാർഗം 10 പ്രമാണത്തിലുണ്ടോ? അപ്പോ 10 പ്രമാണം പഠിക്കണം.
പക്ഷെ അതിൻ്റെ അർത്ഥം പഠിക്കണം. എന്തെവിടെ എഴുതിയിരിക്കണത്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം നമുക്ക് ആദ്യം തന്നിരിക്കുകയാണ്. എന്തിനാണ്? ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, നമുക്ക് വഴിയില്ല, ഈ നിയമത്തിനും വഴിയില്ല. പിന്നെ എങ്ങനെയാ വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആരാണത്? ചൂടുവെള്ളം. അപ്പോൾ പൗലോസ്ലീഹ ഇങ്ങനെ നമ്മൾ 10 പ്രമാണങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടോ? അപ്പം ഇതാണ് ആത്മാവിനാൽ നയിക്കുന്നു എന്ന് പറയുന്നതിന് ഈ റോമർ 3-ാം അധ്യായം ഒന്ന് എടുത്തോ. 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം. ഇതെല്ലാം പറയുമ്പോൾ മറ്റൊരു വചനം കൂടി ഓർക്കണം. ഈശോ പറഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, അഥവാ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ സ്വർഗരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും. സ്വർഗരാജ്യവും അതിൻ്റെ നീതി. സ്വർഗരാജ്യം മാത്രം മനസ്സിലാക്കിയാൽ പോരാ, സ്വർഗരാജ്യത്തിൻ്റെ നീതി മറ്റൊന്നാണ്. അപ്പൊ 5-ാം അധ്യായത്തിൽ, ഇത് 6-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ 17-ാമത്തെ 20-ാമത്തെ വചനം പറയുകയാണ്. മത്തായി 5:20, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. എന്തോ കാരണവശാൽ നമ്മൾ ചെയ്യുന്ന ചില അനുഷ്ഠാനങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ